ബ്രദർ ബ്രൂസ് കുമാർ. അശരണർക്കും ആലംബഹീനർക്കും പീഡിതർക്കും വേണ്ടി കർത്താവിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ദൈവദൂതൻ. ശാന്തിയിലേക്കും സമാധാനത്തിലേക്കുമുള്ള വെളിച്ചമായി പ്രകാശിക്കുന്ന കൃപയുള്ള ജീവിതമാണ് ബ്രദർ ബ്രൂസ് കുമാറിന്റേത്. 1964 കുന്നത്തുകാൽ വില്ലേജിൽ അഹിമാസ് മേഴ്സി ദമ്പതികളുടെ മകനായാണ് ഈ കരുണാമയന്റെ ജനനം. സ്കൂൾ കോളേജ് വിദ്യാഭ്യാസത്തിനു ശേഷം ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നതിനായി മദ്രാസിലെത്തിയ ബ്രൂസ് കുമാറിന്റെ ജീവിതം അക്കാലത്ത് ദുരിതപൂർണമായിരുന്നു. മനസ്സിന്റെ പിരിമുറുക്കം താങ്ങാനാവാതെ ആത്മഹത്യയിലേക്ക് തുനിഞ്ഞിറങ്ങി സൂര്യൻ അസ്തമിക്കുന്നതും കാത്തിരുന്ന ബ്രൂസ് കുമാറിന് ആകസ്മികമായി കർത്താവ് യേശുരാജന്റെ ദർശനം ലഭിച്ചു. കർത്താവ് കാൽവരി ക്രൂശിൽ 3 ആണികളിൽ തറയ്ക്കപ്പെട്ട് രക്തം വാർന്നൊഴുകുന്ന കാഴ്ചയാണ് ബ്രൂസ് കുമാറിന് മുന്നിൽ ദർശനമായി എത്തിയത്. ആത്മഹത്യയിൽ അഭയം പ്രാപിക്കാനിറങ്ങിയ ബ്രൂസ് കുമാറിന്റെ ഹൃദയത്തിൽ ആരോ മന്ത്രിച്ചു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചു, നീ എന്തിനു മരിക്കണം? ഈ അരുളിപ്പാട് ബ്രൂസ് കുമാറിന്റെ ജീവിതത്തെ പുതിയൊരു വഴിയിലൂടെ നയിച്ചു. പരമകാരുണ്യവാനായ യേശുദേവന്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് ബ്രൂസ് കുമാർ മനുഷ്യരുടെ സാന്ത്വനമായി. പ്രാസംഗികനല്ലാതിരുന്ന ബ്രൂസ് കുമാർ ദൈവകൃപയാൽ പ്രാസംഗികനായി. രോഗത്താലും ദുരിതത്താലും വെല്ലുവിളി നിറഞ്ഞ ജീവിത സാഹചര്യത്താലും ദുഃഖിതരും പീഡിതരും നിന്ദിതരുമായ ലക്ഷങ്ങൾക്ക് ഇന്ന് പ്രത്യാശയും പ്രചോദനവും ജീവിതത്തിലേക്കുള്ള മടങ്ങിവരവുമാണ് ബ്രദർ ബ്രൂസ് കുമാറിന്റെ കാരുണ്യസ്പർശമായ പ്രഭാഷണങ്ങൾ. രോഗശാന്തി ശുശ്രൂഷയും തിരുവചനവും രോഗികൾക്കായുള്ള പ്രാർത്ഥനയും കൃപാകടാക്ഷമായ ബ്രൂസ് കുമാറിന്റെ ജീവിതത്തിന് കൂട്ടായി ഭാര്യ സിസ്റ്റർ ഗ്രേസി ബ്രൂസുമുണ്ട്. ഇരുവരും ചേർന്ന് പ്രാർത്ഥിച്ച് അപേക്ഷിക്കുമ്പോൾ കർത്താവ് പീഡിതർക്ക് ദുരിതങ്ങളിൽ നിന്ന് വിടുതൽ നൽകുന്നു. ഇങ്ങനെ മോചനം നേടിയ നിരവധി പേരാണ് നമുക്ക് ചുറ്റുമുള്ളത്. അവരെ തന്നോട് തന്നെ കർത്താവ് ചേർത്ത് വച്ചിരിക്കുന്നു. സംഘർഷവും ദുരിതവും നിറഞ്ഞ ലോകത്ത് ഇന്ന് സമാധാനം തേടുന്നവർക്ക് ദൈവത്തിലേക്കുള്ള പവിത്രമായ വഴിയായും സ്നേഹത്തിന്റെ തലോടലായും ആശ്വാസമായും ബ്രദർ ബ്രൂസ് കുമാറും ഭാര്യ സിസ്റ്റർ ഗ്രേസി ബ്രൂസും വഴികാട്ടിയായി വർത്തിക്കുന്നു.
Krishna
ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ വിശുദ്ധ ദിവസത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ഒരാഴ്ചപ്പെട്ട കാലം ദൈവം നമ്മെ ഓരോരുത്തരെയും, ദൈവസഭയും, നമ്മുടെ ദേശത്തെയും സമൂഹത്തെയും നമ്മുടെ രാജ്യത്തെയൊക്കെ അതിശയകരമായി നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഇന്ത്യക്ക് 74ാമത്തെ സ്വാതന്ത്ര്യദിനം കഴിഞ്ഞ ദിവസം രാജ്യം മുഴുവനും കൊണ്ടാടുമ്പോഴും ക്രിസ്തു സ്വതന്ത്രരാകാൻ കഴിയാതെ അനേക കോടി ജനങ്ങൾ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും ബന്ധനത്തിൻ്റെയും അന്ധകാരത്തിലും അടിമകളായി ജീവിക്കുമ്പോൾ നമുക്ക് ദൈവം തന്ന സ്വർഗീയ സ്വാതന്ത്ര്യത്തെ ഓർത്ത്, ആരാധിക്കുവാൻ തന്ന സ്വാതന്ത്ര്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുകയും ചെയ്യും. ഇന്ന് പകൽക്കാലം ചിന്തയ്ക്കായി തിരഞ്ഞെടുത്ത തിരുവചന ഭാഗം 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 13-ാമത്തെ വാക്യം. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 13-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വച്ചുകൊള്ളി. ഇവിടെ കാണുന്നത് പത്രോസ് തന്റെ ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വച്ചുകൊള്ളി. ഇന്ന് ലോകം മുഴുവനും കൊറോണ വൈറസിനാൽ ബാധിച്ച് അവൻ മഹാക്ഷാമത്തിലേക്ക് ലോകം കടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ നാം നാളെ എന്തായിത്തീരും, നമ്മുടെ ജീവിതം എന്തായിത്തീരും അവൻ എന്ന് എല്ലാവർക്കും വ്യാകുലങ്ങളും ഭാരങ്ങളും ഉള്ളവരാണ്. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, നിങ്ങളുടെ ഭാരങ്ങളെ യഹോവയിൽ വച്ചുകൊള്ളി, അവൻ നിങ്ങളെ പുലർത്തും. അവൻ നമ്മുടെ നാടോർ നമ്മുടെ ഭാരങ്ങൾ അവൻ ചുമക്കുന്നു എന്ന് സങ്കീർത്തനം 68-ാം അധ്യായത്തിൽ പറയുന്നു. അങ്ങനെ നമ്മുടെ ചിന്തകളും ഭാരങ്ങളും ദൈവം സ്വയം ഏറ്റെടുക്കുവാൻ ചുമക്കുവാൻ തയ്യാറായിട്ടുണ്ട്. അത് നമ്മെ പ്രത്യാശയിലേക്ക് നടത്തുവാൻ ഇടയായി തീരും. ഇവിടെ പത്രോസ് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞിരിക്കുന്നു, ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ വരുവാനുള്ള ദൈവകൃപയിൽ പൂർണ്ണമായി പ്രത്യാശ വച്ചുകൊള്ളി. അപ്പോ കർത്താവിന്റെ പ്രത്യക്ഷതയെങ്കിൽ വരുവാനുള്ള ദൈവകൃപയിൽ നിങ്ങൾ പൂർണ്ണമായി പ്രത്യാശ വച്ചുകൊള്ളി. അപ്പൊ നമ്മുടെ കർത്താവ് രണ്ടാമതും വരും എന്നുള്ളത് നിശ്ചയമായ കാര്യമാണ്. യേശു പറഞ്ഞു, ഞാൻ പോയതുപോലെ വീണ്ടും വരും. യേശു രണ്ടാമതും വരും എന്നുള്ള പ്രത്യക്ഷതയുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞാനും നിങ്ങളും. ആ പ്രത്യക്ഷതയുടെ ആ കൃപ, അവരുടെ പ്രത്യക്ഷതയെങ്കിൽ നമ്മിൽ വെളിപ്പെടുവാനുള്ള, നമ്മൾ നിങ്ങളിൽ വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളി. വളരെ ചിന്തിപ്പിച്ചത്, യേശുവിന്റെ പ്രത്യക്ഷതയിൽ വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശയുള്ളവരായിരിക്കും. നമുക്ക് പ്രത്യാശയുള്ളവരായിരിക്കണമെന്നാണ് നമ്മുടെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു.
യേശു വരുന്ന കർത്താവ് ലോകത്തെ ജയിച്ച ഒരു കർത്താവാണ് നമ്മുടെ നടുവിലും പ്രത്യക്ഷനാകുന്നത്. അവന്റെ പ്രത്യക്ഷതയുണ്ടെങ്കിൽ നമ്മിൽ വരുവാനുള്ള കൃപ. എന്നെ ചിന്തിപ്പിച്ചത് ആ കൃപ എന്താണ്? ആ കൃപ എന്ന് ചോദിച്ചേക്കാം. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവിന്റെ പ്രത്യക്ഷതയിൽ നമ്മിൽ വരുന്ന ദൈവത്തിന്റെ കൃപ എന്ന് വ്യക്തമായി കാണുവാൻ കഴിയും. അതിലെ 14-ാം അധ്യായം വാക്യത്തിലേക്ക് വരും. 1 തെസ്സലോനിക്കർക്ക് ലേഖനം 4-ാം അധ്യായം 14 മുതൽ ചില വചനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു: യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു. അപ്പോൾ യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. അപ്പോ യേശുവിന്റെ പ്രത്യക്ഷതയുടെ എങ്കിൽ നമ്മിൽ വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവാൻ പറഞ്ഞിരിക്കുന്നത്. ആ കൃപ എന്ത് എന്ന് ചോദിച്ചാൽ, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് വന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ, ആ വിശ്വാസം നിങ്ങൾക്കുണ്ട് എങ്കിൽ, അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. അപ്പൊ പ്രത്യക്ഷതയിൽ ഒരു വലിയ കൃപ നമ്മിൽ വെളിപ്പെടാൻ പോവുകയാണ്. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയോടുകൂടെ നാം അവരിൽ വിശ്വസിക്കുന്നവരെ അവൻ കൂടെ വരുത്തും. ഈ ലോകത്തിൽ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞ് ദൈവാത്മാവിൽ ജീവിച്ച് നല്ല സാക്ഷ്യം വഹിച്ച് ദൈവകൽപ്പന പ്രകാരം ഈ ഭൂമിയിൽ പാർത്ത് കർത്താവിന്റെ ശബ്ദം കേട്ട് കർത്താവിൽ നിദ്ര പ്രാപിച്ചവർ അവൻ താഴോട്ട് പിടിക്കുമ്പോൾ അവൻ ക്രിസ്തുവിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്നവർ, അവൻ യേശുവിന്റെ പ്രത്യക്ഷതയിൽ വിശ്വസിക്കുന്നവർക്ക് അവനോടുകൂടെ കൂടെ വരും. നമ്മളൊരു ചെടി മണ്ണിൽ നിന്ന് പിടിതെടുക്കുമ്പോൾ ആ ചെടിയിലുള്ള വേരും കൂടെ ആ ചെടിയോടുകൂടെ മുകളിലോട്ട് വരുന്നത് പോലെ അവൻ ക്രിസ്തു ഉയർത്തേറ്റ് വരുന്നത് പോലെ അവനോടുകൂടെ നിങ്ങളും കൂടെ വരും. അപ്പോൾ നമ്മിൽ വെളിപ്പെടുന്ന കൃപ ഇന്ന് രോഗശാന്തിയോ ഭൂതശാന്തിയോ അല്ലെങ്കിൽ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഒരു ശുശ്രൂഷയിൽ ഒതുങ്ങുന്നതല്ല. അതിനേക്കാൾ അത്യന്തമായ ഒരു കൃപ നമ്മിൽ വെളിപ്പെടേണ്ടി വരും. അത് നമ്മൾ മനസ്സിലാക്കണം. ആ കൃപ നമ്മിൽ ഉദിച്ചു വരേണ്ടത് ആവശ്യമാണ്. ആ കൃപയെ നിങ്ങൾ എന്ത് ചെയ്യണം? കൃപയിൽ പൂർണ്ണ പ്രത്യാശ വച്ചുകൊള്ളണം. ഞാനിത് പറയുമ്പോൾ എന്റെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന ഒരു ചിന്ത, ദൈവ പൈതലേ, ക്രിസ്തു മരിച്ചിട്ട് ഉയർന്നേറ്റു ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ ഒരടക്കപ്പെട്ടവനായി ഒതുങ്ങിയിരിക്കുന്നവനായിരിക്കില്ല, ഒതുക്കി വെച്ചാൽ ഇരിക്കത്തില്ല. അവനെ അവന്റെ ആത്മാവിനോടുകൂടെ നിന്നെ പോക്കിക്കൊണ്ടുവരും, അവനോടുകൂടെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരും. അവന്റെ ആത്മാവ് നിന്നെ തട്ടി ഉണർത്തിക്കൊണ്ടുവരും. അവൻ നിന്നെ ഉയർത്തിക്കൊണ്ടുവരേണ്ടവണ്ണം നിന്നെ കൊണ്ടുവരുമെന്നുള്ള പ്രത്യാശ നിന്റെ ഉള്ളിലേക്ക് ഈ പ്രകാരം വെളിപ്പെടേണ്ടത്
ആവശ്യമാണ്. ഒരുപക്ഷെ നീ ദുഃഖത്തിലോ വേദനകളിലോ ഭാരങ്ങളിലോ അനുഭവിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ ശബ്ദം കേൾക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞിനോട് പറയുവാനുണ്ട്, നിന്നെ പൂർണ്ണ പ്രത്യാശ വേണം. അവൻ ഉയർത്തെഴുന്നേറ്റ് വന്നതുപോലെ ഇന്നിരിക്കുന്ന അവസ്ഥകളിൽ നീ ഇരിക്കത്തില്ല, ഇന്നിരിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകത്തില്ല. അവന്റെ തേജസ്സോടുള്ള കൃപയുടെ ശക്തിയിൽ നീ പ്രത്യാശ വയ്ക്കുന്നെങ്കിൽ ഇന്നലെ ഇന്നാണ് നീ അവനോടുകൂടെ വരും എന്നുള്ളത് നീ പ്രത്യാശിക്കേണ്ടത് ആവശ്യമാണ്. ആ തെസ്സലോനിക്കത്തിന്റെ താഴോട്ടുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ അവിടെ വീണ്ടും പറയുന്നുണ്ട്, മറ്റൊരു കൃപ അവിടെ വെളിപ്പെടുന്നുണ്ട്. വായിച്ചാടെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊള്ളുന്നവർക്ക് മുൻപാകെ ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ പ്രോട്ടോക്കോൾ ഉണ്ട്. അത് ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ വളർന്ന് ക്രിസ്തുവിന്റെ ആത്മാവ് പ്രാപിച്ച് അവരെ കൽപ്പന പ്രകാരം ജീവിച്ച് ലോകത്തിൽ നല്ല സാക്ഷ്യം വഹിച്ച് ദൈവത്തിന് പ്രസാദമുള്ളവനായി ജീവിച്ച് കർത്താവിന്റെ വിളിയിൽ ചേർത്ത് ഈ ലോകത്തിൽ മാനുഷ്യമായ ജഡപ്രകാരം മരണം അനുഭവിച്ച നിദ്ര കൊണ്ടവരെ, മരിച്ചവര നിദ്ര കൊണ്ടവരെ, ഉറങ്ങിയവരെ ഇന്ന് വിശുദ്ധിയോടെ ജീവിക്കുന്നവർ മുൻപനാകത്തില്ല. അവരാണ് ഒന്നാമൻ. അടുത്ത് ഇന്ന് ശിക്ഷിക്കുന്നവരിൽ രണ്ടാമനായിട്ടേ കാണാൻ കഴിയത്തുള്ളൂ എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുന്നു. അങ്ങനെയെങ്കിൽ പൂർവകാലങ്ങളിൽ കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെട്ട, കർത്താവിന് വേണ്ടി ധീരതയോടെ നിന്ന, പട്ടിണി കിടന്ന് കഷ്ടപ്പെട്ട, അടികൾ കൊണ്ട് ഒഴുക്കങ്ങൾ കൊണ്ട് നിന്നകൾ കൊണ്ട് സഹിച്ച് യേശുവിന് വേണ്ടി ജീവിച്ച ഇന്ന് നിദ്ര കൊണ്ടവർ അവരാണ് ഒന്നാമൻ, നമ്മൾ രണ്ടാമൻ തന്നെയാണ്. നമ്മൾ അവരെക്കാൾ എത്ര വലിയ കൃപയുണ്ടെങ്കിലും അതിനേക്കാൾ എത്ര വലിയ സഭ നയിച്ചാലും അവരെക്കാൾ മുൻപനാകത്തില്ല. നമ്മൾ അവന്റെ പിന്നിൽ തന്നെ നിൽക്കേണ്ടി വരും. പലരും പറയും പൂർവ്വപിതാക്കന്മാരെക്കാൾ ശക്തനായി ഉപയോഗിച്ചതാണ് എന്ന് ആരെങ്കിലും നിഗളിച്ചു പോകുന്നുവെങ്കിൽ, അവരെക്കാൾ കൂടുതൽ ചെയ്തു എന്ന് പറയുന്നുവെങ്കിൽ, അവരെക്കാൾ കൂടുതൽ സ്തോത്ര കാഴ്ച കൊടുത്തു എന്ന് പറയുന്നുവെങ്കിൽ, അവരെക്കാൾ ഞാൻ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടു എന്ന് പറയുന്നുവെങ്കിലും അവരെക്കാൾ നാം ആരും മുൻപനാകത്തില്ല എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വായിച്ചാട്ടെ അടുത്ത്, കർത്താവിന്റെ വചനത്താൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ദൈവം ഇറങ്ങി വരും. അവിടെ പാട്ട് പറയുന്നു, ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ഇന്ന് ജീവനോട് ശേഷിക്കുന്ന അവരോടുകൂടെ ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ മേഘത്തിൽ എടുക്കപ്പെടും. ഇവിടെ തിരുവചനം പറയുന്നു, എനിക്ക് ആദ്യം നമ്മൾ പഠിച്ചു പറഞ്ഞ അവന്റെ പ്രത്യക്ഷതയിൽ വരുവാനുള്ള കൃപയിൽ പൂർണ്ണമായി പ്രത്യാശ വെച്ചുകൊള്ളി എന്ന് പറഞ്ഞാൽ അവിടെ അതാണ് പോയിന്റ്. നമ്മുടെ കർത്താവിന്റെ രണ്ടാം വരവിന്റെ പ്രത്യക്ഷതയിൽ നമ്മിൽ വെളിപ്പെടുന്ന കൃപയെ ഓർത്ത് നിങ്ങൾ പൂർണ്ണമായി പ്രത്യാശ വയ്ക്കുക. ഇന്നത്തെ നിലവാരങ്ങൾ കഷ്ടതകളെ ഒന്ന് ഓർത്ത് ദുഃഖിക്കാതെ, ഇന്നുള്ള വേദനകളെ ഓർത്ത് ദുഃഖിക്കാതെ, ഇന്നത്തെ കഷ്ടപ്പാടുകളെ ഓർത്ത് നീ ദുഃഖിക്കാതെ കർത്താവിന്റെ പ്രത്യക്ഷതയിൽ വരുവാനുള്ള ദൈവകൃപയിൽ പ്രത്യാശ വയ്ക്കുകയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അപ്പോഴത്തെ വരവിലുള്ള കൃപ എന്താണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പോ എന്താണെന്നറിയാമോ? അത് നമ്മൾ ചിന്തിച്ച ഒരു കാര്യം പറഞ്ഞു. രണ്ടും ഇവിടെ പറയുന്നു, കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കർത്താവ് കാഹള ധ്വനിയോടുകൂടെ
സ്വർഗത്തിൽ നിന്ന് അവൻ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം എഴുന്നേൽക്കുകയും പിന്നെ ശേഷിക്കുന്ന വിശുദ്ധന്മാരെ അവരോടുകൂടെ ചേർത്ത് ആകാശത്തിൽ എടുക്കപ്പെടും. അവൻ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ആകാശത്തിൽ വരും, മധ്യാകാശത്തിൽ വരും. അവൻ ഭൂമിയിലായിരുന്നവർ എന്ത് ചെയ്യുന്നു? അവർ കർത്താവിനോടുകൂടി മധ്യാകാശത്തിൽ എടുക്കപ്പെടും. അവിടുന്ന് അവർ ഒരുമിച്ച് മുന്നോട്ട് സ്വർഗത്തിലേക്ക് കടന്നുപോകും. എന്തുകൊണ്ട് യേശു രണ്ടാമത് ഭൂമിയിലേക്ക് വരുന്നില്ല? ഞാൻ പറയട്ടെ, പത്രോസ് ലേഖനം പഠിക്കുമ്പോൾ പറയുന്നു, അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് അവൻ ക്രൂശിന്മേൽ കയറി. ഒരു കാലത്തിൽ ആദ്യത്തെ വരവിൽ യേശു നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറിയപ്പോൾ ഭൂമിയിൽ നിന്ന് ഒരുപടി മുകളിൽ നിന്നാണ് നമ്മുടെ പാപങ്ങളെ ചുമന്ന് വഹിച്ച്, ഭൂമിയിലുള്ള പാപത്തെ ഭൂമിയിൽ തൊടാതെ അവൻ നമ്മുടെ പാപങ്ങൾ വഹിച്ച് ക്രൂശിൽ വെച്ച് അതിനെ നശിപ്പിച്ചു കളഞ്ഞവൻ ഇനി ഭൂമിയിൽ വന്നല്ല നിന്നെ കൊണ്ടുവന്നത്, അവൻ മധ്യാകാശത്തിങ്കൽ വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഓർക്കണം, ഇന്ന് നമ്മുടെ ഭൂമിയിലൂടെ നടക്കുന്ന നാം അവൻ പാപവും ശാപവും കൊണ്ട് നിറഞ്ഞ, അന്ധകാരം കൊണ്ട് നിറഞ്ഞ, ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ഭൂമിയിലൂടെയാ ഇന്ന് നാം നടന്നുകൊണ്ടിരിക്കുന്നത്. ബൈബിൾ പഠിക്കുമ്പോൾ അങ്ങനെ പറയുന്നത്. പക്ഷെ അവിടെ വിശുദ്ധമായി ജീവിച്ച്, ദൈവകൽപ്പന പ്രകാരം ജീവിച്ച്, ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ച്, അവൻ ദൈവത്തെ ഭയപ്പെട്ട്, അവൻ ദൈവത്തിന് വേണ്ടി ത്യാഗം സഹിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരെ അവൻ എടുക്കപ്പെടുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. കർത്താവ് ഗംഭീരനാദവും പ്രധാന ദൂതന്റെ ശബ്ദവും ദൈവത്തിന്റെ കാഹളധ്വനിയും കേൾക്കാനുള്ള ശ്രവണശക്തി, കേൾവി ശക്തി ലഭിക്കുന്നവനാണ് ഭാഗ്യമുള്ളവൻ. ദൈവമൈതലേ, ഇന്ന് നമുക്ക് പലർക്കും ദൈവശബ്ദം തിരിച്ചറിഞ്ഞുകൂടാതിരിക്കുമ്പോൾ, ദൈവം നിന്നോട് സംസാരിച്ചാൽ കേൾക്കാത്തവരെ പോലെ ജീവിക്കുന്ന ദൈവഭക്തരായ ദൈവമക്കളോട് എനിക്ക് പറയുവാനുണ്ട്. എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. എന്റെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവൻ സംസാരിക്കും, വചനം വായിക്കുമ്പോൾ സംസാരിക്കും, നീ യാത്ര ചെയ്യുമ്പോൾ ദൈവം സംസാരിക്കും. ആമേൻ. അതറിയത്തില്ല അവൻ. ഹല്ലേലൂയ. നമ്മൾ പലരും പറയും, എന്നോട് ദൈവം സംസാരിച്ചില്ല, ദൈവം ഇടപെട്ടില്ല. ഈ ശബ്ദം കേൾക്കുന്ന നിന്നോട് ദൈവം ഇപ്പോൾ നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം, കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ എല്ലാ വഴികളിലും നിന്നെ ഞാൻ കാത്തുകൊള്ളുന്നു. ബൈബിൾ പറയുന്നത്, ഞാൻ നിന്റെ എല്ലാ വഴികളിൽ കൂടെ ഇരുന്ന് എനിക്ക് ആലോചന പറഞ്ഞതെന്ന് ഞാൻ നടത്തുമെന്ന്. ആമേൻ. നാടുതോറും നിന്റെ ഭാരങ്ങളെ ചുമക്കുമെന്ന്. പലരും പറയും, ഞാൻ നിന്നോടുകൂടെ സഞ്ചരിക്കുമെന്ന്. അപ്പൊ കർത്താവ് എപ്പോഴാ സംസാരിക്കുന്നേ? ഉപവസിക്കുമ്പോൾ മാത്രമല്ല, ആമേൻ, നീ ആലയത്തിൽ വരുമ്പോ മാത്രമല്ല, നീ പ്രാർത്ഥിക്കുമ്പോ മാത്രമല്ല, നീ യാത്ര ചെയ്യുമ്പോൾ നിന്നോട് അവൻ സംസാരിക്കുന്നുണ്ട്. അവൻ ദൈവം നിന്നോട് ഇടപെടുന്നുണ്ട്. ആമേൻ. അത് നീ മറന്നു പോകരുത്. ആമേൻ. ദൈവത്തിന്റെ ശബ്ദം ഇന്ന് പലരും കേട്ടിട്ട് കേൾക്കാത്തവരെ പോലെ ജീവിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, ഈ ആമേൻ ശബ്ദം നീ കേട്ട് അതിൻ പ്രകാരം ജീവിക്കാതിരുന്നാൽ കർത്താവ് ഗംഭീരനാദത്തോടും തന്റെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടും തന്റെ കാവള ധ്വനിയോടും കൂടെ വരുമ്പോൾ, മധ്യാകാശത്തിൽ വരുമ്പോൾ, ഈ മരിച്ച കല്ലറയ്ക്കകത്തിരിക്കുന്ന നിന്റെ ചെവി തുറന്നില്ലെങ്കിൽ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ദൈവഭക്തനെ നിന്റെ ചെവി തുറന്നില്ലെങ്കിൽ, അവന്റെ കൃപ നിനക്ക് അനുഭവിക്കുവാൻ കഴിയത്തില്ല. അവന്റെ കൃപ എന്ന് പറയുന്നത് അവന്റെ ശബ്ദം കേൾക്കുന്നതാണ് ഏറ്റവും വലിയ കൃപ. എല്ലാവരും പറയും, രോഗശാന്തിയുടെ കൃപ, പ്രവചനബന്ധ കൃപ, വെളിപ്പാടെന്ന് പറയുന്ന കൃപ. ഹല്ലേലൂയ. അവൻ ഭൂതങ്ങളിലുള്ള അധികാരത്തിന്റെ കൃപ, വചന ശുശ്രൂഷയുടെ കൃപ. ഇതാണ് എല്ലാവരും പറയുന്നത്, കൃപ 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 എന്ന് പറയുന്നത്. എന്റെ ദൈവാത്മാവ് എന്നെ പഠിപ്പിച്ചുകൊണ്ട് അവന്റെ പ്രത്യക്ഷതയെങ്കിൽ അവനോടുകൂടെ വെളിപ്പെടുന്ന ഒരു ദൈവകൃപ നിന്നിലേക്ക് വെളിപ്പെടണം. ആ കൃപയെന്ന് അതിലെ പ്രത്യാശ വയ്ക്കണം. ആ കൃപ എന്ന് പറയുന്നത് ദൈവത്തിന്റെ കാഹളധ്വനിയും ദൂതൻ
ശബ്ദമൊക്കെ കേൾക്കാനുള്ള ചെവി തുറക്കപ്പെട്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കൃപ. ഞാൻ പറയട്ടെ, നിന്റെ സ്നേഹിതൻ വിളിച്ചാൽ വിളി കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ സ്ഥിതി എന്താ? അപ്പൻ മോനെ വിളിച്ചാൽ വിളി കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവന്റെ അവസ്ഥ എന്താ? ഹല്ലേലൂയ. അപ്പൻ അമ്മ വിളിക്കുമ്പോ മക്കൾ ചെവി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവനുള്ള അവയെ കഴിവെന്താ? ആ ഒരു ദൈവദാസൻ സഭയിലെ പാസ്റ്റർ നിന്നോടൊരു കാര്യം പറയുമ്പോൾ അത് കേൾക്കാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ നിനക്കിരിക്കുന്ന കൃപ എന്താ? ഇതൊന്നും നിനക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇനി വരുവാനുള്ള ദിവസത്തിൽ കർത്താവിന്റെ ഗംഭീരനാദവും പ്രധാന ദൂതന്റെ ശബ്ദവും ദൈവത്തിന്റെ കാഹളധ്വനിയും അന്ന് കേൾക്കാൻ നിനക്ക് കഴിയുമോ? ഇന്നിരിക്കുന്ന ഈ ഭൗതിക ചെവി കൊണ്ടല്ല കേൾക്കുന്നത്, ആത്മീയ ചെവി അവൻ കേൾവിക്കാരനായി ചെകിടനായി തീരാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് ഇന്നും നിന്നോട് സംസാരിക്കുന്ന ദൈവമാണ്. ബൈബിൾ വായിക്കുമ്പോൾ നിന്നോട് സംസാരിക്കുന്നവരാണ്. ദൈവവചനം പ്രസംഗിക്കുമ്പോൾ നിന്നോട് സംസാരിക്കുന്നവരാണ്. നീ മുട്ടുമടക്കി കണ്ണുനീരോട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിന്നോട് സംസാരിക്കുന്നവരാണ്. നീ യാത്ര ചെയ്യുമ്പോൾ റൂട്ട് മാറ്റി നിന്നെ കൊണ്ടുപോകുമ്പോൾ ആലോചന തരുമ്പോൾ അത് നീ അനുസരിക്കുന്നുവെങ്കിൽ അപ്പോഴും നിന്നോട് സംസാരിക്കുന്നവരാണ്. അപ്പോഴൊക്കെ നീ ആ ശബ്ദം കേട്ടിട്ട് കേൾക്കാത്തവരെ പോലെ നീ ഇന്ന് ജീവിച്ച് നീ ഒരു ആത്മീയനെന്ന് നടിക്കുന്നുവെങ്കിൽ, അവൻ നീ ഭക്തനെന്ന് നടിക്കുന്നുവെങ്കിൽ, ഒരു കാര്യമുണ്ട്, ദൈവശബ്ദത്തെ അവൻ ഗണ്യമാക്കാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോയാൽ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നമ്മിൽ വെളിപ്പാടുവാനുള്ള കൃപ നമുക്ക് നഷ്ടമായെന്ന് വരും. അങ്ങനെ നഷ്ടപ്പെട്ടാൽ നമ്മുടെ നിത്യത നഷ്ടപ്പെട്ടു പോകുകയാണോ? ഒരു ആത്മീയ ചൈതന്യം ഇന്നോർക്കാനും നമ്മുടെ നടുവിൽ വെളിപ്പെടുകയാണ്. എന്റെ കേൾക്കുന്ന ദൈവത്തിന്റെ മൈതലേ, ആ ദൈവ ശബ്ദം കേൾക്കാനുള്ള ആ കഴിവാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കൃപ. ആ കൃപയിൽ പൂർണ്ണമായി പ്രത്യാശ വെച്ചുകൊണ്ടി നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ആ ഗംഭീര ശബ്ദം കേൾക്കാനുള്ള ശ്രവണ ശക്തിക്കായി നീ പ്രാർത്ഥിക്കണം. ആ കൃപയ്ക്കായി പ്രാർത്ഥിക്കണം. രോഗസൗഖ്യം കിട്ടിയില്ലെങ്കിലും, കണ്ണുകൾ തുറന്നില്ലെങ്കിലും, ഉടനെ നടന്നില്ലെങ്കിലും, ഭൂതങ്ങൾ അഴിഞ്ഞു മാറിയില്ലെങ്കിലും, അല്ലയോ കർത്താവിന്റെ ശബ്ദം കേട്ടാൽ ഗ്രഹിക്കാനുള്ള ഒരു കൃപ നിന്റെ വെളിപ്പെട്ടാൽ അതുപോലൊരു ഭാഗ്യം മറ്റൊന്നുമില്ല. മടങ്ങി വരട്ടെ. ഈ കൃപ അതാണ് നമ്മെ വെളിപ്പെടുവാനുള്ള കൃപ. ആ കൃപ നമ്മിൽ വെളിപ്പെട്ടില്ലെങ്കിൽ, ആ കൃപ നമ്മൾക്ക് അനുഭവിക്കുവാൻ കഴിയില്ലെങ്കിൽ, ആ കൃപ ലഭിച്ചവർ കർത്താവിന്റെ അടുക്കൽ ആ മധ്യാകാശത്തിൽ ക്രിസ്തുവിൽ മരിച്ച് കല്ലറയ്ക്കുള്ളിൽ ഇന്ന് നോക്കിയറിയാം, അതിന് കല്ലറയ്ക്കുള്ളിൽ നല്ലതുപോലെ ഭൗതിക ശരീരത്തോട് ആ സ്ഥലത്ത് താന്റെ ശരീരം അവൻ കിളുത്തു വരും. ബൈബിൾ പഠിക്കുമ്പോൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായം പറയുന്നു, അവൻ ദ്രവത്വത്തിൽ വിളച്ചത് അദ്രവത്വത്തിലും, അപമാനത്തിൽ വിളച്ചത് മാനത്തിലും, താഴ്ചയിൽ വിളച്ചത് ഉയർച്ചയിലേക്കും ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് ബൈബിൾ പറയുമ്പോൾ അവിടെ നിന്നെ പുതച്ചു വെച്ചത് വിതച്ച വില അവിടെ പുതിയതൊന്ന് കിടന്നു വരുന്നത് പോലെ, ഞാൻ പറയട്ടെ, ഒരു പയറെടുത്ത് മണ്ണിൽ വിതച്ചിട്ടാൽ അത് ഉയർത്തേണ്ടി വരുന്നത് പയറായിട്ടല്ല, അതൊരു സസ്യമായിട്ട് വരുന്നത് പോലെ ദൈവത്തിന്റെ ആ കാഹളധ്വനിയുടെ ശബ്ദം നീ കേൾക്കുമ്പോൾ ഈ കല്ലറയ്ക്കകത്തിരിക്കുന്ന നിന്റെ ആത്മീയ ചെവി തുറന്നിരുന്ന് ആ കൃപയിൽ വെളിപ്പെട്ടാൽ നീ മറ്റേത് ശരീരത്തോടെ ആവേമാനമായ അനുഭവത്തോടെ ബലമുള്ള ശരീരത്തോടെ നീ ഉയർത്തെഴുന്നേറ്റ് മധ്യാകാശത്തിൽ വരും. അന്ന് ഈ KSRTC ബസ് കാണത്തില്ല, അന്ന് പ്ലെയിൻ കാണത്തില്ല, അന്ന് ട്രെയിൻ യാത്ര ചെയ്ത് പോകാൻ പറ്റില്ല. ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നിനക്ക് വേണ്ടി ആത്മാവെന്ന വാഹനത്തിൽ
മധ്യാകാശത്തിൽ കൊണ്ടുപോകും. അന്ന് ടിക്കറ്റ് എടുത്ത് നിൽക്കണമെന്നില്ല, പ്ലെയിൻ ഉണ്ടാവണമെന്നില്ല. പ്ലെയിനല്ല പോകുന്നത്, ബസ്സിലല്ല, KSRTC ബസ്സിലല്ല, നിന്റെ സ്വന്തം കാറിലല്ല, അല്ലെങ്കിൽ നിന്റെ ബൈക്കിലല്ല, നീ ആഗ്രഹിക്കുന്ന മറ്റേതെങ്കിലും വാഹനമാണെങ്കിൽ അതിലുമല്ല. നിന്റെ കയ്യിൽ ആ ശ്രവണ കൃപ, ആ കൃപയുടെ അനുഭവം നിന്റെ മേൽ വരുമ്പോൾ ഹല്ലേലൂയ, നിന്നെ ആത്മാവെന്ന വാഹനത്തിൽ കയറ്റി നിന്നെ ഹല്ലേലൂയ മധ്യാകാശത്തിൽ എന്ന് പറഞ്ഞാൽ കർത്താവ് മധ്യാകാശത്തിൽ വന്ന് നിൽക്കുന്നിടത്ത് നീ എന്നെ അവിടെ എത്തിക്കും. നമുക്ക് പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന ശബരിക്കാരന്റെ കഥ. അവിടെ യെരിഹോവിലേക്ക് പോയ ഒരു പണ്ടത്ത് കള്ളൻ മറയിച്ചു നോക്കി. അവന്റെ വസ്ത്രങ്ങൾ കയറി അർത്ഥപ്രകാരം കെട്ടുപോയി. പുരോഹിതൻ കണ്ടിട്ട് പ്രായം ചെയ്തില്ല, ലേവൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചില്ല, നോക്കിയിട്ട് വിട്ടുപോയി. ഒരു ശബരിക്കാരൻ വന്നു, അവനെ കാമിൽ വാരിയിട്ടുണർന്നു, മടിയിൽ കിടത്തി, അവരുടെ മുറിവുകളെ അവൻ കണിയിൽ കെട്ടി, വീഞ്ഞും എണ്ണയും പകർന്ന് അവൻ തന്റെ വാഹനത്തിൽ കെട്ടി സത്രത്തിൽ കൊണ്ടുപോയി. നോക്കുക, അവിടെ കാണുവാൻ കഴിയുന്നത് ആ ശബരിക്കാരൻ വാഹനത്തെ എടുത്തു പറയുന്നില്ല, വന്നത് ഏത് വണ്ടിയിലെന്നും കൊണ്ടുപോയത് ഏത് വണ്ടിയെന്നും അവൻ അവിടെ എടുത്തു പറഞ്ഞില്ല എങ്കിൽ ഓർത്തുകൊള്ള അവൻ ആത്മാവിൽ ശബരിക്കാരൻ വന്നു, നിന്നെ ശുശ്രൂഷിച്ചു, നിന്നെ അവന്റെ ആത്മാവെന്ന വാഹനത്തിൽ കെട്ടി അടുത്തുള്ള സത്രത്തിൽ കൊണ്ടുപോയതുപോലെ എന്റെ ദൈവം അവൻ ഈ കൃപയുടെ പ്രത്യക്ഷതയിൽ നിന്നിൽ വരുവാനുള്ള ദൈവകൃപയെ ഓർത്തോ. ഹല്ലേലൂയ. ഈ മണ്ണിനടിയിൽ JCB കൊണ്ട് മാന്തിയെടുത്തതിനെ കുഴിയിൽ വെച്ചെങ്കിൽ അങ്ങനെ JCB വരത്തില്ല. പാസ്റ്റർമാർ പ്രാർത്ഥിച്ചതിനെ അടക്കം ചെയ്തെടുത്ത് പാസ്റ്റർമാർ വന്ന് മാന്തി പുറത്തെടുക്കത്തില്ല. അതിനകത്ത് നിന്ന് നിന്റെ തേജസ്സിന്റെ ശരീരത്തോടെ എഴുന്നേൽപ്പിച്ച് മധ്യാകാശത്തിൽ കൊണ്ടുപോകണമെങ്കിൽ അസാധ്യമായ ഒരു ദൈവശക്തിയുടെ വ്യാപാരം നിന്നിൽ വെളിപ്പെട്ടാൽ മാത്രമേ ഹല്ലേലൂയ അവനോടുകൂടെ പ്രത്യക്ഷതയിൽ കാണുവാൻ കഴിയത്തുള്ളൂ. ആ പ്രത്യക്ഷത ഇന്ന് ഓടുന്ന KSRTC ബസ്സിലോ കാറുകളിൽ ഒഴുകുന്ന ഇന്ധനമല്ല, പ്ലെയിനിൽ കാണുന്ന ഇന്ധനമല്ല, അതിനേക്കാൾ ശക്തിയുള്ള ഒരു ഇന്ധനത്തിൽ ഉള്ള ഒരു വാഹനം പോലെ അതിവേഗത്തിൽ പറന്നുയരുന്ന, അതിവേഗത്തിൽ ഉയരങ്ങളിലേക്ക് പറന്നെത്തിക്കുന്ന ആ വാഹനത്തിൽ നീ യാത്ര ചെയ്യുവാൻ ഒരു ദിവസം നിനക്ക് ഭാഗ്യം ലഭിക്കുക എന്നുള്ള പ്രത്യാശ നിന്നിലുണ്ടാകേണ്ടതിന് ഇന്ന് കാലം ദൈവാത്മാവ് നിന്നെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ പ്ലെയിൻ യാത്രയാത്രകൾക്ക് ഭയങ്കര ആഗ്രഹമാണ്. പ്ലെയിൻ ഒന്ന് കാണാൻ കൊതി തോന്നാം. പ്ലെയിനിൽ അകത്ത് കയറി കാണാൻ ആഗ്രഹമുണ്ടാകും. പ്ലെയിൻ യാത്രയാത്രകൾക്ക് ആഗ്രഹം ഒരു ദിവസം അല്ലെങ്കിലേക്ക് പ്ലെയിൻ ഒന്ന് ആകാശത്തിലൂടെ പറന്നു വന്ന് ഒരു ദിവസത്തെ യാത്ര ഭാഗ്യം കിട്ടിയെങ്കിൽ കൊള്ളാമെന്ന് തോന്നും. എന്നാൽ ഇന്ന് ഞാൻ പറയട്ടെ, അതിനേക്കാൾ തേജസ്സോടുകൂടെ, അതിനേക്കാൾ മഹിമയോടുകൂടെ, അതിനേക്കാൾ ഗാംഭീര്യമേറിയ അനുഭവത്തോടുകൂടെ എന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന വാഹനത്തിൽ കയറ്റി അതിവേഗത്തിൽ പ്ലെയിനിനേക്കാൾ അതിവേഗത്തിൽ പറന്നുയരുന്ന ആ വാഹനത്തിൽ യാത്ര ചെയ്യുവാൻ ദൈവം എനിക്കൊരു ദിവസം അവസരം ലഭിക്കുമെന്ന് ഈ പ്രത്യാശയോടെ കാത്തിരിക്കുക. കഴിഞ്ഞ ഒരാഴ്ച മാസങ്ങൾക്ക് മുമ്പ് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചത് ഇങ്ങനെയാണ്: മധ്യാകാശത്തിൽ കുറെ കാലം ജലത്തിൽ ജീവിക്കാൻ കഴിയും. അതിവേഗത്തിൽ പോകുന്ന ചില പദ്ധതികളെ കുറിച്ച് അവർ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ പൈതലെ നാം മറക്കരുത്. അവർ ശാസ്ത്രങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എന്റെ കഥ പറഞ്ഞു, ഞാൻ മധ്യാകാശത്തിൽ വരും, നിങ്ങളെ കാണും, നിങ്ങളെ കൊണ്ട് ഞാൻ പറന്നുയരും. പെട്ടെന്ന് കയറി പോയി പെട്ടെന്ന് ഇറങ്ങി വരുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് ലോകശാസ്ത്രങ്ങൾ കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ബൈബിളിലെ പ്രസ്താവനകൾ, ബൈബിളിൽ കഥ പറഞ്ഞത് യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കുകയാണ്. പലരും പറയും മധ്യാകാശത്തിൽ പറക്കാൻ കഴിയത്തില്ല. നമുക്കറിയാം ഇന്ന് ആകാശ പേടകങ്ങൾ പോയി, അവിടെ ബഹിരാകാശ സ്റ്റേഷനുകളുണ്ട്. ചില രാജ്യങ്ങൾക്ക് അതിനുള്ള അവസരമുണ്ട്. അവിടെ തന്നെ അനേകം ജീവിക്കുന്നുണ്ട് ഇന്നും. എന്നാൽ അവൻ അതിനേക്കാൾ ശക്തമായിരുന്നില്ലേ കർത്താവ് നമ്മോട് പറഞ്ഞു, അവൻ മധ്യാകാശത്തിൽ വന്ന് നമ്മെ അവൻ ചേർക്കുവാൻ വരുന്നുണ്ട്.
ഇന്ന് പകൽ ആ പ്രത്യാശയിൽ, അങ്ങനെ കൃപ വെളിപ്പെടുമെന്ന പ്രത്യാശയിൽ പൂർണ്ണ പ്രത്യാശ വച്ചുകൊള്ളി എന്ന് അവിടെ പറയുന്നു. അങ്ങനെ പ്രത്യാശ വയ്ക്കുന്നവരിൽ കാണേണ്ട ഒരു പ്രത്യേകത 2-3 കാര്യങ്ങൾ ഈ 1 പത്രോസിന്റെ ലേഖനം ഹല്ലേലൂയ പഠിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ 15-ാമത്തെ വാക്യം മുതൽ ഒന്ന് വേഗം വായിച്ചാട്ടെ. 1 പത്രോസ് 15-ാം വാക്യം മുതൽ. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുകയും. ഒന്ന്, അങ്ങനെ നിങ്ങൾ പ്രത്യാശ വെച്ചുകൊള്ളി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചുമ്മാ പ്രത്യാശ വെച്ചുകൊണ്ട് നടക്കാനല്ല പറഞ്ഞിരിക്കുന്നേ. ഇവിടെ വ്യക്തമായി പറയുന്നത്, ഒന്ന്, പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കരുത്. അപ്പോ ഒന്ന്, നിങ്ങൾ ഉപേക്ഷിക്കണം. ഇതിൽ പ്രത്യാശ വയ്ക്കുന്നവർ ദൈവവേദന നിങ്ങളുടെ അജ്ഞാനകാലങ്ങളിൽ വച്ചിരുന്ന മോഹങ്ങളെ മാതൃകയാക്കരുത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ്, ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നതിന് മുമ്പ് നമുക്ക് പല മോഹങ്ങളുണ്ട്. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപങ്ങൾ നമ്മുടെ മോഹങ്ങളാണ്. ആ മോഹങ്ങൾ മാതൃകയാക്കരുത്. നമ്മുടെ കുടുംബ പാരമ്പര്യമായ ചില മാതൃകയുണ്ട്, നമ്മുടെ സമുദായങ്ങളുടെ പേരിലുള്ള ഒരു മാതൃകയുണ്ട്, ബന്ധക്കോസ്താർക്ക് ഒരു മാതൃകയുണ്ട്. ഈ മാതൃക പോലെ അവൻ നമ്മുടെ അജ്ഞാനകാലത്ത്, അറിവില്ലായ്മയുടെ കാലത്ത് ഉണ്ടായ മോഹങ്ങൾ ഇന്ന് കർത്താവിനെ അറിഞ്ഞ ശേഷം അത് മാതൃകയാക്കി വെക്കരുത്. എന്ന് പറഞ്ഞാൽ ഒരേ ജീവിത രീതിയല്ല. കർത്താവ് രാവിലെ എഴുന്നേറ്റ്, നീ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക, കർത്താവ് ഇന്ന് ഒരു മാതൃക നേടുന്നത്, അത് ഇന്ന് നീ ചെയ്യണം. ഇന്ന് ദൈവം പറഞ്ഞല്ലോ, അതുകൊണ്ട് നാളെ അതല്ല ചെയ്യാൻ പാടില്ല. കർത്താവ് നാളെ മറ്റൊരു മാതൃക നിന്നെ കാണിച്ചു തരും, അത് നീ ചെയ്യാൻ പഠിക്കണം. കർത്താവ് നിനക്ക് തരുന്ന രീതികൾ നീ ചെയ്യണം. യേശു അങ്ങനെയാണല്ലോ. എല്ലാ ദിവസവും ഒരേ പ്രസംഗമല്ല. ഒരു ഗ്രാമത്തിൽ പോയപ്പോൾ അവിടത്തെ രീതിക്ക് അവരെ ക്രിസ്തുവിലേക്ക്, ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ, ദൈവസ്നേഹത്തെ പഠിപ്പിക്കുവാൻ യേശു അവിടെ പോയപ്പോൾ ഒരു ഉപദേശമായി. മറ്റൊരു അജ്ഞാതയുള്ള ജലത്തിന്റെ ഇടയിൽ പോയപ്പോൾ അവിടെ അത്ഭുതം ചെയ്താലേ അവർക്ക് മനസ്സിലാക്കുള്ളൂ. അവിടെ കർത്താവ് അത്ഭുതം ചെയ്തു. അങ്ങനെ ദൈവത്തിലേക്ക് അടുപ്പിച്ചു. ബൈബിൾ പഠിക്കുമ്പോൾ എല്ലാം ഒരേ സ്റ്റൈലുകളനുസരിച്ച്, ഒരേ മാതൃകയില്ല. ഒരു ഭക്തനെ ഒരു രീതിയിലൂടെ ദൈവം അവനെ ദൈവത്തോട് അടുപ്പിച്ചു എന്നതുപോലെ. പക്ഷേ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, അജ്ഞാതകാലത്തിൽ നമുക്കെല്ലാം ഒരു മാതൃകയാണ്. ഇടയ്ക്ക് പറയാറുണ്ട്, ഇപ്പോ കൊറോണ വരുന്നതിന് മുമ്പ് വിവാഹത്തിന് എന്തെല്ലാം സെറ്റപ്പാ, എന്തെല്ലാം ചടങ്ങുകളാ. ഹല്ലേലൂയ. ഈ കൊറോണ വൈറസ് വന്നതിന് ശേഷം ആ ചടങ്ങെല്ലാം മാറ്റി, ഇത്ര പേര് പോകണമെന്നുള്ള കാര്യം മാറ്റി, ഇത്ര പേര് വരണമെന്നുള്ള കാര്യം മാറ്റി, ആളുകൾ കൂടരുത് എന്നുള്ള മാറ്റി. ഇപ്പൊ നമ്മളുമായിട്ടൊരുക്കാതെ അവിടെ മാതൃകയുണ്ടോ, അവിടെ ചടങ്ങുണ്ടോ, പദ്ധതികളുണ്ടോ? അതെല്ലാം ഒളിച്ചെഴുതിയില്ലേ ദൈവം. ഹല്ലേലൂയ. ഇന്ന് നോക്ക്, ജീവിതത്തിന്റെ ഏത് മരണം വീട്ടിൽ പോയാൽ അവിടെ അങ്ങനെയല്ലേ. ഒരു കൂട്ടാത്തിൽ ഓടുപോയാൽ അവിടെ ഉണ്ടോ? എല്ലാം തകർന്നില്ലേ? എല്ലാ പഴയ അജ്ഞാതയുടെ കാലത്തുള്ള എല്ലാ പാരമ്പര്യ മാതൃകളെ തച്ചുടപ്പിച്ചുകൊണ്ട് ഒരു പുതിയ അധ്യായം തുറക്കുന്ന ഒരു അനുഭവം ദൈവം തന്നില്ലേ? ഇവിടെയും അതല്ലേ പറഞ്ഞിരിക്കുന്നേ. ഇവിടെ അതല്ലേ പറഞ്ഞിരിക്കുന്നേ, അജ്ഞാത കാലത്തുള്ള മോഹങ്ങളെ മാതൃകയാക്കരുത്. രക്ഷിക്കപ്പെടുന്നതിനുള്ള മോഹങ്ങൾ ഇന്ന് രക്ഷിക്കപ്പെട്ട ശിക്ഷ പാടില്ല. ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവന്റെ ഇഷ്ടത്തെ, അവന്റെ വീണ്ടെടുപ്പാന്റെ ഇഷ്ടത്തിനാണ് ജീവിക്കാൻ. അത് മാതൃകയാക്കാതെ അടുത്തതാ പറഞ്ഞിരിക്കുന്നേ, നിങ്ങളെ വിളിച്ചവന്റെ വിശുദ്ധിക്കോ ഭരണം അനുസരണമുള്ള
മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധ. അനുസരണയിലൂടെ വിശുദ്ധരാകാൻ പറ്റൂ. ദൈവത്തിന്റെ ഉപദേശങ്ങളിൽ അനുസരിക്കാത്തവരും വിശുദ്ധനായി ജീവിക്കാൻ കഴിയില്ല. നമ്മളെല്ലാം ഭയങ്കര വിശുദ്ധരെന്നാ പറയുന്നത്. ഭയങ്കര വിശുദ്ധിയാണ്. പക്ഷെ അനുസരണം വന്ന് തടുത്തുകൂടാൻ പറ്റില്ല. ദൈവവചനത്തെ അനുസരിക്കത്തില്ല, ആത്മാവിനെ അനുസരിക്കത്തില്ല, പുരോഹിതരെ അനുസരിക്കത്തില്ല. അങ്ങനെ ആത്മീയ ചിന്തകളെ അനുസരിക്കാതെ വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നു, നീ പ്രത്യാശ വെക്കുന്നെങ്കിൽ, അതിനുവേണ്ടി നീ സ്വപ്നം കാണുന്നുവെങ്കിൽ, കർത്താവിന്റെ പ്രത്യക്ഷതയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ എങ്ങനെയാണ് ദൈവത്തിന്റെ എല്ലാ നടപ്പിനും അനുസരിച്ച് വിശുദ്ധരായിരിപ്പി. എന്തുകൊണ്ട് വിശുദ്ധരായി പറഞ്ഞത്? 14 വാക്യം, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുന്നത് 16 വാക്യത്തിൽ പറയുന്നു. ദൈവം മധ്യാകാശത്തിൽ വിശുദ്ധരായി വരുമ്പോൾ നാം അശുദ്ധരായി ഒരിക്കലും അവന്റെ അടുക്കലേക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മിൽ ആ പ്രത്യാശ വച്ചവരിൽ കാണേണ്ട ഒരു പ്രത്യേകതയാണ് ദൈവത്തിന്റെ ദൈവസ്ഥനിൽ എല്ലാ നടപ്പിലും അനുസരണമുള്ളവരായി വിശുദ്ധരായി ജീവിക്കണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഭാഗം വേഗം വായിച്ചുള്ള മുഖപക്ഷം കൂടാതെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. 2, മുഖപക്ഷം കൂടാതെ ഓരോരുത്തരും പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവരാണ്. മുഖപക്ഷം ദൈവം നോക്കാറില്ല. വലിയ പാസ്റ്ററോ ചെറിയ പാസ്റ്ററോ വേർതിരിവില്ല. ധാരാളം കാണിക്കപ്പെടുത്താനും കുറച്ച് കാണിക്കപ്പെടുത്താനും വ്യത്യാസമില്ല. ചെറിയ കുടുംബത്തിൽ ജനിച്ചവൻ വലിയ കുടുംബത്തിൽ ജനിച്ചവനെന്ന് ദൈവത്തിന് വേർതിരിവില്ല. വിദ്യാഭ്യാസം കൂടിയവനും കുറഞ്ഞവനെന്ന് ദൈവത്തിന് വ്യത്യാസമില്ല. മുഖപക്ഷമില്ലാതെ തന്റെ പ്രവൃത്തിക്കൊത്തവണ്ണം പ്രതിഫലം തരുന്നവനെ നീ ഭയത്തോടെ ജീവിക്കണം. അപ്പോൾ നീ പ്രത്യാശ വയ്ക്കുന്നവർ രണ്ടാമത് കാണേണ്ടത് ദൈവ ഭയത്തിൽ ജീവിക്കാൻ പഠിക്കണം. നമ്മൾ മറക്കരുത്, കുറെ രോഗശാന്തി മാത്രം കിട്ടിയിട്ടും കാര്യമായില്ല. നിനക്ക് നിത്യതയിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ എല്ലാം അർത്ഥശൂന്യമാണ്. അപ്പോ നിന്നിൽ കാണുന്ന മുഖപക്ഷ കൂടാതെ നിന്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം തരുന്ന ദൈവത്തെ നീ ഭയത്തോടെ ജീവിക്കണം. അപ്പൊ നമുക്ക് ഭയം വേണം. ഭയമില്ല, ദൈവഭയം ഇല്ലെങ്കിൽ ഒന്നുമില്ല. ബൈബിൾ പറയുന്നത് ദൈവഭയം സർവ്വജയം. നീ ദൈവത്തെ ഭയപ്പെടുന്നെങ്കിൽ നിന്റെ എല്ലാ വിഷയത്തിലും ജയമുണ്ട്. ദൈവഭയം ഇല്ലെങ്കിൽ എല്ലാ വിഷയത്തിലും തോൽവിയുണ്ട്. മറക്കരുത്, നിനക്ക് ജയം വേണമോ? നിന്റെ കണ്ണുനീരിൽ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ജയം വേണമെങ്കിൽ ആദ്യം നീ ദൈവഭയത്തിൽ വരണം. മുഖപക്ഷം കൂടാതെ നമ്മുടെ പ്രവർത്തിച്ച് തക്കവണ്ണം പകരം ചെയ്യുന്ന ആ ദൈവത്തെ നാം ഭയപ്പെടുന്നവരായി നാം മാറേണ്ടത് ആവശ്യമാണ്. മൂന്നാമതായി അവിടെ പറയുന്നു, വായിച്ചെടുത്ത് നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്ന പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. അത് വ്യർത്ഥവും പാരമ്പര്യമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന്, അവിടെ പറയും പഴയ ജീവിതത്തിൽ നിന്ന്, പാരമ്പര്യ ജീവിതത്തിൽ നിന്ന് നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പഴയതായിട്ട് പാരമ്പര്യത്തിലാണ്. നമ്മുടെ പിതാക്കന്മാരുടെ കാര്യങ്ങളിൽ നടന്നു വന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ക്രമീകരണങ്ങളും വിട്ടിട്ട് നമ്മെ പാരമ്പര്യങ്ങളെ വിട്ട് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്, ക്രിസ്തു നമ്മെ വിലക്ക് വാങ്ങിയിരിക്കുന്നത് എന്തുകൊണ്ടല്ല എന്തുകൊണ്ടാണ് എന്ന് വ്യക്തമായി ഇവിടെ പറയുന്നു. പൊന്ന് വെള്ളി
അഴിഞ്ഞു പോകുന്ന ഒന്നുകൊണ്ടല്ല ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ദൈവപൈതലായ നാം ഓർക്കേണ്ടത്, നമ്മുടെ പാരമ്പര്യങ്ങൾ ഇനിയും വിട്ടില്ല എങ്കിൽ, പാരമ്പര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിച്ചില്ലെങ്കിൽ, പാരമ്പര്യാലോചനകൾ നീ കടലിൽ വീഴാതെ, ഹല്ലേലൂയ, ദൈവം നമ്മെ കാണുന്നത്, ഹല്ലേലൂയ, നാം എന്നിനെ വീണ്ടെടുത്തത് പൊന്നുകൊണ്ടോ വെള്ളി കൊണ്ടല്ല, അടിഞ്ഞു പോകുന്ന ഈ ലോഹം കൊണ്ടല്ല. അടുത്തവിടെ പറയുന്നുണ്ട്, തന്റെ നിർദോഷവും ക്രിസ്തുവെന്ന നിർദോഷവും നിർമ്മലവുമായ നിഷ്കളങ്കവുമായ അവ നമ്മെ വീണ്ടെടുത്തിരിക്കണം. ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാട്ടിന്റെ രക്തം കൊണ്ട് അത്രേ നമ്മെ വിലയ്ക്ക് വാങ്ങി വീണ്ടെടുത്തിരിക്കുന്നത്. അല്ല പൊന്നുകൊണ്ടോ വെള്ളി കൊണ്ടോ അല്ല. അവൻ ക്രിസ്തുവെന്ന നിർദോഷം, ദോഷമില്ലാത്തത്, നിഷ്കളങ്കമായ കുഞ്ഞാട്. യേശുവിനെ കുഞ്ഞാടിനെ ഉപമിച്ചത്, കുഞ്ഞാട് നിഷ്കളങ്കമാണ്. അത് നിർദോഷം, ദോഷമില്ലാത്ത ഒരു. ഇത് പറയുമ്പോൾ നമ്മളും അടുത്തവർക്ക് ദോഷം ഉണ്ടാകും. നമ്മളെ കൊണ്ട് അടുത്തവർക്ക് ദോഷമുണ്ടാകും, അയൽക്കാർക്ക് ദോഷമുണ്ടാകും, സഹോദരങ്ങൾക്ക് ദോഷമുണ്ടാകും, സമൂഹത്തിന് ദോഷമുണ്ടാകും, ദൈവസഭയ്ക്ക് എന്നെ കൊണ്ട് ദോഷമുണ്ടാകുന്നത്. ഇത് ചിന്തിക്കണം. ഞാൻ പറഞ്ഞ നിന്റെ ശരീരത്തിൽ ഒഴുകുന്ന രക്തം നിർദോഷമായ രക്തമാണെങ്കിൽ നിന്നിൽ ദോഷം അത് ചിന്തിക്കത്തില്ല. ചിലർ പറയില്ലേ, കൊറോണ വന്ന് എനിക്കത്തേടാ, രണ്ടുപേരും കൂടി വരട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു കൺട്രോളില്ല, നിയന്ത്രണം വിട്ടു ഓടുകയാണ്. സർക്കാർ പറഞ്ഞ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യ നമുക്ക് തന്ന നിർദ്ദേശങ്ങൾ പരിഗണിക്കാതെ, ശ്രദ്ധ കൊടുക്കാതെ പലരും ഓടി, പലർക്കും ഈ വ്യാധികളിലേക്ക് കടത്തിവിടുവാൻ അനേകം ഓടിയെത്തുമ്പോൾ, പലരും സമരങ്ങൾ ചെയ്യുമ്പോൾ, പലരും അവയെ നിയന്ത്രണക്കെതിരെ വിമർശിക്കുമ്പോൾ, ഞാനൊന്ന് പറയട്ടെ, ദൈവവൈദ്യരായ നാം ഓരോരുത്തരും നമ്മിൽ ഒഴുകുന്നത് നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാട്ടിന്റെ രക്തമാണ് എന്ന കാര്യം മറക്കരുത്. ആ രക്തത്തിന്റെ ഗുണം നീരിൽ വെളിപ്പെടണം. അടുത്തവർക്ക് ദോഷം ചെയ്യാതെ, അടുത്തവർക്ക് ദോഷമില്ലാത്ത, ദോഷം വരാത്ത ഒരു നല്ല പ്രവൃത്തിയുടെ ഉടമയായി തീരുവാൻ ഞാനും നിങ്ങളും ആഗ്രഹിക്കണം. അടുത്തവർക്ക് ദോഷത്തിലായി തീരുന്നത്, അടുത്തവർക്ക് നന്മയായി തീരുവാൻ നാം ഓരോരുത്തരും തയ്യാറുള്ളവരായി തീരുന്നു. നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാട്ടിന്റെ രക്തം കൊണ്ടാണ് നിങ്ങളുടെ വിലയ്ക്ക് വാങ്ങിയിരിക്കണമേ. ആ രക്തത്തിന്റെ ശക്തി നിങ്ങൾ വെളിപ്പെടണം. ആ രക്തത്തിന്റെ ഗുണങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം, നിന്റെ വാക്കിലുണ്ടാകണം, നിന്റെ നോട്ടത്തിലുണ്ടാകണം, നിന്റെ പ്രവൃത്തിയിലുണ്ടാകണം. അതില്ല എങ്കിൽ ദൈവത്തിൽ പ്രത്യാശ വച്ചിട്ട് കാര്യമില്ല. അവന്റെ ശബ്ദത്തിൽ ഗംഭീരനാദവും പ്രധാന ദൂതന്റെ ശബ്ദവും കാരണധ്വനിയും മുഴങ്ങുമ്പോൾ നിന്റെ ചെവി തുറക്കത്തില്ല, തുറക്കത്തില്ല. അതുകൊണ്ട് നിന്നെ തന്നെ ഒന്നുകൂടെ ഉണർത്തുവാൻ, ഒന്നുകൂടെ നിന്നെ തന്നെ ശോധന ചെയ്യുവാൻ ഈ പകൽക്കാലം നീ ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. 21-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. വേഗം വായിച്ചു. നമ്മുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിന് നീ വച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് തേജസ് കൊടുത്തു. അപ്പോൾ നമ്മുടെ കർത്താവ് നിങ്ങൾക്ക് യേശുവിന്റെ വിശ്വാസവും പ്രത്യാശയും വരേണ്ടതിന് യേശുവിന് ഒരു പ്രത്യേക ക്വാളിറ്റി കൊടുത്തു. എന്താണെന്നറിയോ? മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിപ്പിച്ചിട്ട് അവന്റെ മേൽ തേജസ് കൊടുത്തിരിക്കുകയാണ്. എന്താണ് ഈ ലോകത്തിൽ കിട്ടാത്ത ഒരു തേജസ്? നമുക്കറിയാം, സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ, മനുഷ്യന്റെ മാംസത്തിന്റെ ടേസ്റ്റ് വേറെ, മൃഗങ്ങളുടെ ടേസ്റ്റ് വേറെ, മാംസത്തിന്റെ ടേസ്റ്റ് വേറെ, പക്ഷിയുടെ മാംസത്തിന്റെ ടേസ്റ്റ് വേറെ എന്നതുപോലെ പലതിന്റെ തേജസ്സുകൾ തമ്മിൽ പൊരുത്തപ്പെടാതിരിക്കുമ്പോൾ ഇതിനേക്കാൾ ഓവർഫ്ലോ ചെയ്യുന്ന, ഇതിനേക്കാൾ കവിഞ്ഞൊഴുകുന്ന ഒരു തേജസ് യേശുവിനെ വച്ചു. എന്തിനറിയാമോ? നിങ്ങൾക്ക് അവൻ വിശ്വാസം
വർദ്ധിക്കേണ്ടതിന്, നിങ്ങൾക്ക് അവനിൽ പ്രത്യാശ വർദ്ധിപ്പിക്കേണ്ടതിന് യഹോവയായ ദൈവം അവന്റെ മേൽ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് അവനെ തേജസ് അവന്റെ മേൽ വച്ചിരിക്കുന്നു. നമ്മുടെ വിശ്വാസവും പ്രത്യാശയും വർദ്ധിപ്പിക്കേണ്ടത്. നിങ്ങൾ ചോദിക്കണം, അല്ലെങ്കിൽ പാസ്റ്ററെ അങ്ങനെ ഒരു തേജസ് കർത്താവിന്റെ മേൽ ഉണ്ടോ? ശൗലിനെ കണ്ടു നോക്ക്. അപ്പോസ്തലപ്രവൃത്തി പഠിക്കൂ. ദൈവമക്കൾ ഉപദ്രവകാരി ശൗലിന്റെ മേൽ ഒരു ദിവസം ദൈവത്തിന്റെ തേജസ് അവനെ അടിച്ചു. അവനെ കണ്ണുകൾ മങ്ങി. പിന്നെ അവനെ കണ്ണുകൾ കാണാൻ കഴിയാത്തവണ്ണമായി തീർന്നു. ഞാൻ പറയട്ടെ, അവന്റെ തേജസ് 3 ദിവസത്തോളം അവനെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തുമാണ്. അത് മങ്ങിപ്പോയി. ഞാൻ പറഞ്ഞ സൂര്യന്റെ പ്രകാശത്തെ നല്ല ചൂടടിക്കും. സൂര്യനിലേക്ക് നിങ്ങളുടെ കണ്ണെന്ന് നോക്ക്. ചില വീണ്ടെട്ടുകൾ നമ്മുടെ കണ്ണിന് കാഴ്ചയില്ലാത്തതുപോലെ, മറ്റൊന്ന് കാണാൻ പറ്റാത്തതുപോലെ നാം ആയിത്തീരും. സ്തോത്രം. ഒന്നും നോക്കിയാൽ ചില മിനിറ്റുകൾ, നമ്മുടെ സെക്കൻഡുകൾ, നമ്മുടെ കണ്ണ് മങ്ങിപ്പോകും, കാഴ്ചയില്ലാത്തതുപോലെ ആയിത്തീരും. പിന്നെ അത് ഗ്രാജുവലായി ആ തേജസ് മാറുമ്പോൾ നമ്മുടെ കണ്ണിന് പൂർവസ്ഥിതിയിലേക്ക് കടന്നു വരും. എന്നതുപോലെ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന സഹോദര, അല്ലയോ സഹോദരി, അത് ചില മിനിറ്റുകൾ കഴിയുമ്പോൾ മാറി വരുമെങ്കിൽ യേശുവിന്റെ തേജസ് ഈ ശൗലിന്റെ മേൽ അടിച്ചപ്പോൾ 3 ദിവസം രാത്രി പകലില്ലാതെ അവൻ അന്ധനായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, അപ്പോൾ സൂര്യന്റെ തേജസ്സിനേക്കാൾ എത്രയോ മടങ്ങ് തേജസ്സാണ് കർത്താവായ യേശുവിന്റെ മേൽ പിതാവായ ദൈവം കൊടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ മറന്നു പോകരുത്. ആ തേജസ് വച്ചിരിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ നിന്റെ വിശ്വാസം പ്രത്യാശിക്കുമായി പിതാവായി ദൈവം വച്ചിരിക്കുന്നു. അതിനെ നീ ആശ്രയിക്കുവാൻ നീ തയ്യാറാകണം. അടുത്ത് പറഞ്ഞിരിക്കുന്നത് വായിച്ചു വേഗത്തിൽ 20-ാം വാക്യം, 22-ാം വാക്യം. നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിപ്പിൻ. പെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. എന്നാൽ സത്യം അനുസരിക്കായ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിക്കണം. നിർമ്മലീകരിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ നിഷ്കളങ്കമായി ഉറ്റു സ്നേഹിക്കുന്നവരായിരിക്കണം. അടുത്ത് പറഞ്ഞിരിക്കുന്നത് കെടുന്ന ബീജത്തിലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പൊ ദൈവം കെടുന്നതിലല്ല, കെടാത്തതും ജീവനുള്ളതുമായി നിലനിൽക്കുന്നതുമായ ദൈവവചനം. മറ്റെല്ലാം കെട്ടുപോകും, നശിച്ചു പോകും. ദൈവവചനം കെട്ടുപോകുന്നതല്ല, നശിക്കുന്നതല്ല, അത് നിലനിൽക്കുന്ന ദൈവവചനത്താലാണ് നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ പ്രത്യാശ വെച്ചാൽ എന്തായിരിക്കണം? വീണ്ടും ജനനം പ്രാപിച്ചു വേണം. വീണ്ടും ജനനം എന്താണ്? യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം പഠിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, വീണ്ടും ജനിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യം കാണുവാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ കർത്താവേ, ഞാൻ വീണ്ടും അമ്മയെ ഉയർത്തിച്ചു ചെന്നിട്ടാണോ വീണ്ടും ജനിക്കേണ്ടത്? യേശു അതില്ല. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാൽ നിങ്ങൾ ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കത്തില്ല. ഞാൻ പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണമേ. കെടാത്തതിലും നിലനിൽക്കുന്നതും ജീവനുള്ള വചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. വചനത്താൽ വീണ്ടും ജനനം പ്രാപിച്ചവർക്ക് മാത്രമേ അവനെ പ്രത്യാശ വെച്ച് നിത്യതയിൽ പോകാൻ കഴിയത്തുള്ളൂ. വചനത്തെ തിരസ്കരിക്കരുത്. വചനത്തെ ഏറ്റെടുത്ത് വചനപ്രകാരം ജീവിക്കണം. അത് കെടുന്നതല്ല, നശിക്കുന്നതല്ല, മറിച്ച് കെടാത്തതും നിലനിൽക്കുന്നതും ജീവനുമുള്ളതുമായ ദൈവവചനത്താൽ നിങ്ങൾ വീണ്ടും ജനനം പ്രാപിക്കണം. ഒന്ന്, നിങ്ങൾക്ക് ഈ പ്രത്യാശയിൽ നിങ്ങൾക്കായി തീരണമെങ്കിൽ
അവയെ കൂടെ 3 കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ഇടയായി. ഒന്ന്, നിങ്ങൾ വിശുദ്ധരായി, സകലത്തിനും അനുസരിച്ച് വിശുദ്ധരായിരിക്കും. രണ്ടാമത് നിങ്ങളോട് പറഞ്ഞത് ഹല്ലേലൂയ, ദൈവത്തിൽ ഭയപ്പെടുന്നവരായിരിക്കും. മൂന്നാമത്, നീ ലോകം നശിച്ചു പോകുന്ന പൊന്നും വെള്ളി ലോകമാണല്ല, നിങ്ങളെ ദൈവം വീണ്ടെടുത്തിരിക്കുന്നത് നിഷ്കളങ്കവും നിർദോഷമായ യേശു എന്ന കുഞ്ഞാട്ടിന്റെ രക്തം കൊണ്ടാണ് നിങ്ങളെ വിലക്ക് വാങ്ങിയെന്ന ബോധം നിങ്ങൾക്കുണ്ടായിരിക്കണം. 4, നിങ്ങളുടെ വിശ്വാസ പ്രത്യാശയും അർത്ഥിക്കേണ്ടതിന് മരിച്ചവിടെ നിന്ന് യേശു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവനോടെ അവന്റെ മേൽ ഇന്ന് വരെ കൽമാത്തൊരു തേജസ് നൽകി നിന്റെ വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ, നിന്റെ പ്രത്യാശ വർദ്ധിപ്പിക്കുവാൻ പിതാവായ ദൈവം തന്റെ ഓമനപുത്രനെ നൽകിയിരിക്കുന്നു. അടുത്ത് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഹല്ലേലൂയ വ്യർത്ഥമായതിന് പോകാതെ ഹല്ലേലൂയ നിങ്ങൾ അന്യോന്യം ഒറ്റ സ്നേഹിക്കുന്നവരായി തീരുകയും കിടന്ന ബീജത്തിലല്ല കെടാത്തതും നിലനിൽക്കുന്നതും ജീവനുള്ളതുമായ ദൈവവചനത്താൽ നിങ്ങളെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുകയും അത് വിശ്വസിക്കുകയും ആ വചനത്തെ അനുസരിക്കുകയും ചെയ്യുമ്പോൾ ദൈവം അവന്റെ പ്രത്യക്ഷതയിൽ അവന്റെ കൃപ നിന്നിൽ വെളിപ്പെടുവാൻ ഇടയായി തീരും. ഇന്ന് പകൽക്കാലം ആ കൃപ വെളിപ്പെടണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടാകട്ടെ. ഒന്ന്, നിങ്ങൾ വിശുദ്ധരായിരിക്കണം, സകലത്തിനനുസരിച്ച് വിശുദ്ധരായിരിക്കണം. 2, നിങ്ങൾ ദൈവത്തിൽ ഭയപ്പെടുന്നവരായിരിക്കണം. 3, യേശുവിന്റെ രക്തം കൊണ്ടാണ് ദോഷമായ രക്തം കൊണ്ട് നിന്നെ വീണ്ടെടുത്തവർക്ക് മാത്രമേ ഹല്ലേലൂയ അവന്റെ പ്രത്യക്ഷതയിൽ അകൃപ വെളിപ്പെടുത്തു. 4, അവരുടെ വിശ്വാസവും പ്രത്യാശയും വർധന ഉണ്ടായിരിക്കണം. 5, തമ്മിൽ സ്നേഹിക്കുന്നവരായിരിക്കണം. അടുത്ത് പറയുന്നു, അവൻ കെടാത്തതും നിലനിൽക്കുന്നതുമായ ജീവനുള്ള വചനത്തിൽ നീ വീണ്ടും ജനനം പ്രാപിച്ചാൽ മാത്രമേ നിനക്ക് കർത്താവിന്റെ പ്രത്യക്ഷതയിൽ നിനക്ക് ആ കൃപ വെളിപ്പെടുകയുള്ളൂ എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. ഈ വചനം നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ സ്വർഗത്തിൽ ദൈവം കൃപ ചെയ്യട്ടെ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ നീതിമാനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹവും ശാന്തമേ നല്ല ദിവസത്തിനായി സ്തോത്രം. ദൈവം ഞങ്ങൾ നൽകിയ നല്ല ആലോചനയ്ക്കായി നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ പ്രത്യക്ഷതയുടെ പ്രഭാതത്തിൽ കർത്താവേ, ഞങ്ങള് ആ കൃപ വെളിപ്പെടേണ്ടതിന് ഞങ്ങളുടെ പ്രകാരമായിരിക്കണമെന്ന് ഇന്ന് പകൽക്കാലം അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങൾ കേൾപ്പിച്ചു. അങ്ങയുടെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ മേൽ വരുവാനുള്ള ദൈവകൃപ എന്തെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ചതിനായി സ്തോത്രം. കർത്താവേ, അങ്ങ് ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കാഹളധ്വനിയോടുകൂടെ വരുമ്പോൾ ആ ശബ്ദം കേൾക്കുന്നവർക്ക് മാത്രമേ അങ്ങയുടെ സഭയിൽ പ്രത്യക്ഷപ്പെടുവാൻ കഴിയത്തുള്ളൂ. അത് കേൾക്കുന്നതാണ് ഏറ്റവും വലിയ കൃപ. ആ കൃപ എങ്ങനെയുള്ളവർക്കാണ് ലഭിക്കുന്നത് അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചു. സകലത്തിനും അനുസരിച്ച് ദൈവത്തിൽ വിശുദ്ധിയുള്ളവരായിരിക്കണം, ദൈവത്തെ ഭയപ്പെടുന്നവരായിരിക്കണം. യേശുവിന്റെ രക്തം കൊണ്ട് നമ്മുടെ വിലക്ക് വാങ്ങിയവർ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കണം, അത് സ്വീകരിക്കുന്നവരായിരിക്കണം. ദൈവത്തിലുള്ള വിശ്വാസവും പ്രത്യാശ വർദ്ധിപ്പിക്കേണ്ടതിനോ മരിച്ചവരുടെ ഉയർച്ചത്തെ ഇന്നും ജീവനോടെ ഇരുന്ന തേജസ്സോടെ ഞങ്ങളുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ടെന്ന് വിശ്വാസം പ്രത്യാശ ഉള്ളവരായിരിക്കണം. കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്തിൽ, ജീവനുള്ള വചനത്തിൽ നാം പുനർജനനം പ്രാപിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ആ കൃപ നമ്മിൽ വെളിപ്പെടുകയുള്ളൂ എന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ചതിനായി സ്തോത്രം ചെയ്തു. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കണമേ. ഈ വചനത്താൽ വിടുതൽ അനുഭവിക്കാൻ ദൈവത്തെ സഹായിക്കണമേ. ഞങ്ങളുടെ ദുഃഖങ്ങൾ വേദനകളെല്ലാം മറന്ന് കർത്താവേ ഈ വചനങ്ങൾ പ്രത്യാശ വയ്ക്കുവാൻ ദൈവമേ അങ്ങയുടെ പ്രത്യക്ഷതയ്ക്ക് ഞങ്ങൾ പ്രത്യാശകളെ തീരുവാൻ ദൈവത്തിന് ഓരോരുത്തരും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മഹാമാരി ജനത്തെ വിടുവിക്കണമേ. കർത്താവേ, ഇവരുടെ ജനത്തെ വിടുവിക്കണമേ. ജനത്തെ വിടുവിക്കണമേ. കർത്താവേ, ജനത്തെ വിടുവിപ്പാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗശരീരം ജനത്തെ വിടുവിക്കുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരമല്ലാതെ ഒന്നുമില്ല കർത്താവേ. അങ്ങയുടെ കരം അങ്ങയുടെ ജനത്തിന് വേണ്ടി വേദനകളെ മാറ്റണമേ. കണ്ണുനീർ
ജോലികളെ മാറ്റണമേ, തൊഴിലുകളെ ആശീർവദിക്കണമേ, ബിസിനസ്സുകളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പാർക്കുന്ന ദേശത്ത് എല്ലാ കാര്യത്തെയും അനുഗ്രഹിക്കണമേ. നിന്നെ പോലെ നിന്റെ കാര്യം സ്നേഹിപ്പാൻ ഞങ്ങൾ പഠിപ്പിച്ച കർത്താവേ, നിന്നെ പോലെ നിന്റെ സഹോദരങ്ങളെ സ്നേഹിപ്പാൻ പഠിപ്പിച്ച കർത്താവേ, അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളുടെ ദേശങ്ങള്, ഞങ്ങൾ പാർക്കുന്ന ദേശത്ത് കർത്താവേ, എല്ലാവരും സ്നേഹിപ്പാനും അവനെ കരുതുവാനും അവനെ അനുഗ്രഹിപ്പാനും ഞങ്ങളെ അവിടുന്ന് അവനെ യോഗ്യരാക്കി തീർക്കണമേ. അവരെ കഷ്ടങ്ങളിൽ പങ്കാളികളാകുവാൻ, അവരെ ദുഃഖത്തിൽ പങ്കാളികളാകുവാൻ, അവർക്ക് ആശ്വാസം പകരുവാൻ, അവരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ, ക്രിസ്തുവിനെ സ്നേഹം വെളിപ്പെടുത്തുവാൻ ഞങ്ങൾ ഓരോരുത്തരും നീ കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. വഞ്ചനയും ചതിയുമുള്ള അവരെ വക്രതയുള്ള തലമുറകളിൽ നിന്ന് ജനത്തെ വിടുവിക്കണമേ. പൈശാചിക ശക്തികളിൽ നിന്ന് ജനത്തെ വിടുവിക്കണമേ. അന്ധകാരത്തിൽ നിന്ന് അവരുടെ ജനത്തെ വിടുവിക്കണമേ. കർത്താവേ, അവരുടെ രക്ഷ അവരുടെ കുഞ്ഞുങ്ങൾ കണ്ടുവെങ്കിൽ എത്ര കൊള്ളാമായിരുന്നു. അങ്ങയുടെ രക്ഷയെ കണ്ടെത്തുവാൻ എല്ലാവർക്കും അവിടുത്തെ കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. അന്ധരാദികളെ എല്ലാവരുടെ മേൽ ദൈവത്വം പകരണമേ. രോഗത്തിലായിരിക്കുന്നവരെ, ആശുപത്രി കഴിയുന്നവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവമേ, അവർക്ക് നീ സൗഖ്യം വിടുതൽ കൊടുക്കണമേ, അവരുടെ അത്ഭുതകരമായ വിടുതൽ കൊടുക്കണമേ, അവർക്ക് ആശ്വാസം പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നാടുകളിൽ കർത്താവേ, മഹാമാരിയാൽ ഭാരത്തോടിരിക്കുന്നവർ, ആ രോഗത്തിന് അടിമപ്പെട്ടവരുണ്ട്. അവരെ നീ ആ അടിമച്ചങ്ങലയെ വിടുവിപ്പാൻ ദൈവമേ ഇടയാക്കണമേ. ആശുപത്രികൾ ആയിരക്കണക്കിന് ജനം ഹോസ്പിറ്റലിൽ അഭയം പ്രാപിച്ചിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി നീ ഒരു അത്ഭുതം ചെയ്യണമേ. ആ മഹാമാരിയെ വിടുവിക്കണമേ. ആ ബാധ ഒഴിയണമേ കർത്താവേ. അവരുടെ ശരീരങ്ങളിൽ നിന്ന് അവരുടെ അവസ്ഥകളിൽ നിന്ന് ഒരു വലിയ മാറ്റത്തെ എന്റെ ദൈവം കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. നിന്റെ കരുതൽ കാവൽ അവരുടെ മേൽ പകരുവാൻ ഈ പകൽക്കാലം എന്റെ ദൈവം അവരെ സഹായിക്കണമേ. അപ്പാ, നീ അല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല, നീ അല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല. നിന്റെ കൃപ ധാരാളമായി പകരുവാൻ ഈ പകൽക്കാലം കൃപ ചെയ്യണം. എല്ലാവരും കണ്ണീര് തുടക്കണം. കാര്യങ്ങൾ വിടുവിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ ജില്ലകളിലൊക്കെ ആയിരിക്കുന്നത് ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും നീ അനുഗ്രഹിക്കണമേ. രോഗത്തിൽ നിന്ന് വിടുവിക്കണമേ. പകർച്ചവ്യാധി അവരെ വിടുവിക്കണമേ. അപ്പന്റെ കാര്യം ഇപ്പോൾ അവരെ തൊടണമേ. ലോക സമാധാനം ഉണ്ടാകട്ടെ, ലോകസമൃദ്ധി ഉണ്ടാകട്ടെ. ലോകത്തെ മഹാമാരി വിടുവിക്കണമാൻ കരുണയുടെ കർത്താവ് നീ സഹായിക്കണം. തൊഴിലാതെ ഭാരപ്പെടുന്നവർ നീ തൊഴിൽ കൊടുത്ത് മാനിക്കണമേ. ബിസിനസ്സുകൾ അനുഗ്രഹിക്കണമേ. ആടുപാട് കർമ്മജാതികൾ അനുഗ്രഹിക്കണമേ. തന്റെ ജനം ചെയ്യുന്ന തൊഴിൽ മേഖലകൾ, ഉപജീവന മാർഗങ്ങളെ നീ അവരുടെ അധ്വാനങ്ങളെ നീ അനുഗ്രഹിപ്പാൻ പരിശുദ്ധ പിതാവേ നീ സഹായിക്കണം. ഒരു വ്യക്തി പോലും സ്ഥാപനത്തിലാകരുത്, ദാരിദ്ര്യം അനുഭവിപ്പാൻ അവരനുവദിക്കരുത് എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളെയും, ബ്രാഞ്ച് സഭയും, അവിടുത്തെ വിശ്വാസികളെയും, അവിടുത്തെ അഭിഷിക്തന്മാരെയും, അവിടുത്തെ വിശ്വാസ കുടുംബങ്ങളെയും, ഓരോന്നിലും ഭാരതമായിരിക്കുന്നത് എല്ലാവരെയും തൊട്ടാശ്വസിക്കുക, വിടിവിപ്പാൻ ദൈവാത്മാവിടെ നിലയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാൽ നിറയ്ക്കണം. പരിതരാഴ്ചക്കാരെ നിലനിൽക്കുക. ആവശ്യമായ ദൈവകൃപ എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം, യാത്ര കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ചു വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിനെ കൂട്ടായി കർത്താവിന്റെ വരവോടും തന്റെ മക്കളോടും പ്രാർത്ഥിച്ച സന്ദേശം ഭൂമിയിലെ വിശുദ്ധന്മാരോടും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതയാത്രയോടും ഇപ്പോഴും നീക്ക് കൂടെ ഇരിക്കുവാനാകട്ടെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, കാക്കട്ടെ, ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. വാഴ്ത്തുക തൻ ശുദ്ധനാമത്തെ പേർത്തു, വാഴ്ത്തുക തൻ ശുദ്ധ